ഷാമെ 2009 ഈ ചെറിയ തുറ വെടിവെപ്പ് നടക്കുന്നത്. നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്യാമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വളരെ ഗംഭീരമായി പറയാൻ അറിയാവുന്ന ആളാണ്. ആ വെടിവെപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൽ എനിക്ക് തോന്നുന്നു അതൊരു കുറേ നാൾ മുമ്പ് നമ്മുടെ ഈ മാലിക് സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. മാലിക്കിലെ ഒരു രംഗം ചെറുതുറ വെടിവെപ്പാണ് മാലിക് കാണിക്കുന്നത്. അതിൽ ഈ ഇതിൻ്റെ ആ സിനിമ കാണിക്കുന്ന കുറേയൊക്കെ കറക്റ്റാണ്. പിന്നെ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വലിയ കഥയുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട്, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്, ഇത് ഏകാംഗ കമ്മീഷനാണ് അന്വേഷിച്ചത്. കെ രാമകൃഷ്ണൻ ജസ്റ്റിസാണ്, ജില്ലാ ജഡ്ജി, അദ്ദേഹമാണ് ഇത് അന്വേഷിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് മുക്കി എന്നാണ് പറയുന്നത്, പ്രചരിക്കുന്ന കഥ. ഇത് മുക്കിയിട്ടൊന്നുമില്ല, ഈ സാധനം ഇവിടെ ഉണ്ട്, നമ്മുടെ നിയമസഭാ ലൈബ്രറി ഇരിപ്പുണ്ട്. 818 പേജ് ഉണ്ട്. അത് ശരി, 818 പേജ് കെ രാമകൃഷ്ണൻ്റെ റിപ്പോർട്ടാണ്. ആ സിനിമയിൽ കാണിക്കുന്ന കുറേയൊക്കെ രംഗങ്ങൾ മാലിക് ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടതാ. അതിൽ കാണിക്കുന്ന ഈ ചെറിയതുറ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. ചെറിയതുറയ്ക്ക് ഇപ്പുറം ഭീമാപ്പള്ളി, അത് മറ്റൊരാൾ അവരുടെ ഭൂരിപക്ഷ ഏരിയയാണ്. ആ സിനിമയിൽ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ശരിയാണെന്ന് പറയാൻ കാരണം അതിൽ പറയുന്ന ഒരു ക്രിസ്ത്യൻ മേഖലയിലെ ഒരാൾ വന്ന് മുസ്ലിം മേഖലയിലെ കടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതാണ് സംഭവങ്ങളുടെ തുടക്കമാണ്. ഈ രാമകൃഷ്ണന്റെ റിപ്പോർട്ടിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊമ്പു ഷിബു എന്ന ജെയിംസ്, ഈ ജെയിംസ് ഈ ഭീമാപ്പള്ളി, അതായത് മെയ് 16 2009 മെയ് മാസം 16 വൈകിട്ടാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. വൈകിട്ട് ഈ ചെറിയതുറയിൽ നിന്നുള്ള ജെയിംസ് ഭീമാപ്പള്ളിയിൽ വരികയും അവിടെ കടയിൽ കയറി ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. അത് പ്രശ്നം ഉണ്ടായ ശേഷം ഈ ജെയിംസ് മടങ്ങിപ്പോയ ജെയിംസ് വൈകിട്ട് പോയ ജെയിംസ് വീണ്ടും വന്ന് 2ാം റൗണ്ട് വന്ന് വെല്ലുവിളിച്ചു. അതോടുകൂടിയാണ് അവിടെ അടിപൊട്ടുന്നത്. അത് ശരി. അതോടുകൂടി അന്ന് രാത്രി, അതായത് മെയ് മാസം 16 രാത്രിയിൽ ഏറ്റുമുട്ടലായി. ചെറിയതുറയിൽ നിന്ന് ചെറിയതുറയിലെ 2 കടകളും 2 വീടുകളും കത്തിച്ചു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ പോയ ജെയിംസ് തിരിച്ചു വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. അതോടുകൂടി 2 കട കത്തി, 2 വീട് കത്തി. 2 വീട് കത്തിയതിന് പിന്നാലെ സംഘർഷം വ്യാപിച്ചു. അപ്പോൾ അന്നുണ്ടായിരുന്ന കൗൺസിലർ റഷീദ് ഈ വിവരം പുറത്തറിയിച്ചില്ല. അതിനുള്ളിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. യഥാർത്ഥത്തിൽ ഇത് 2 കഥ വരുന്നുണ്ട് ഇതിനകത്ത്. ഈ പോലീസ് മനഃപൂർവ്വം വെച്ചതാണ് ഇതെന്നാണ് പറയുന്നത്. പോലീസ് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണെന്ന്. അതായത് രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇട്ട് പൊട്ടിച്ച നിയോജൽ 90 ആണ് 20 എണ്ണം ഈ അസംഷൻ ചർച്ചിൻ്റെ അവിടെ നിന്ന് പിടികൂടിയത്. അവിടെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നിയോജലൊക്കെ കിട്ടാൻ രാജ്യത്തെ പല സ്ഥലങ്ങളിലോട്ട് പൊട്ടിക്കുന്ന സാധനം ഇവിടെ കിട്ടാനുള്ള കാരണം പോലീസ് ഓപ്പറേറ്റ് ചെയ്ത കലാപമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ജസ്റ്റിസ് രാമകൃഷ്ണൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് പോലീസിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാൻ പാടില്ലായിരുന്നു. അന്ന് വെടി പൊട്ടിയില്ലായിരുന്നെങ്കിൽ കലാപം വലിയ കലാപമായിട്ട് അതിരൂക്ഷമായിട്ടുള്ള കലാപമായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മൊത്തം 6 പേര് മരണപ്പെട്ടു. 2 ദിവസമായിട്ടാണ് ഇത് നടക്കുന്നത്. മെയ് 16 ഏകദേശമൊക്കെ ഇത് തീർന്നു എന്ന് വിചാരിച്ചു. 17 ഉച്ചയ്ക്ക് 2:30 ഈ ഫയറിംഗ് നടക്കുന്നത്. ഉച്ചയ്ക്ക് നടക്കാനുള്ള കാരണം ചെറിയതുറ വഴിയാണല്ലോ ഭീമാപ്പള്ളിയിലേക്ക് കയറുന്നത്. ചെറിയതുറ അവർ ബ്ലോക്ക് ചെയ്തു. ഭീമാപ്പള്ളിയിലേക്ക് വാഹനങ്ങൾ ചെറിയതുറ വഴി പോകണ്ട എന്നൊരു തീരുമാനമെടുത്തപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ നേരിട്ടെത്തി, പോലീസും കളക്ടറും ഒക്കെ നേരിട്ടെത്തി ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഭീമാപ്പള്ളിയിലേക്ക് വരാൻ വേറെ വഴി ഭീമാപ്പള്ളിയിലേക്കുള്ള വാഹനങ്ങൾ തിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇത് ശരിക്കും വളരെ മണ്ടൻ തീരുമാനമായിരുന്നു. അതോടുകൂടി ഭീമാപ്പള്ളിയിലെ വാഹനങ്ങൾ തിരിച്ചു വിട്ടതോടുകൂടി ചെറിയതുറയിലേക്ക് അക്രമം വ്യാപിച്ചു. അതായത് വാഹനങ്ങൾ ഭീമാപ്പള്ളിയിലേക്ക് ചെറിയതുറ വഴി തന്നെ വരണമെന്നുള്ള വാശിയുമായി അവിടെ ഒരു സംഘം സംഘടിച്ചു. കുറേ പേര് ഈ ചർച്ചിൻ്റെ ഭാഗത്തേക്ക് പോയി. ചർച്ചിൻ്റെ ഭാഗത്തേക്ക് സംഘടിച്ചെത്തി. ഈ ചർച്ചിൻ്റെ ഭാഗത്തേക്ക് സംഘടിച്ചെത്തിയവർ അവിടെ ബോംബ് എറിഞ്ഞ് പൊട്ടിച്ചു.
ഇതിൻ്റെ സമീപത്തിട്ട് ബോംബെറിഞ്ഞ് പൊട്ടിച്ചു. അത് പിന്നീട് കമ്മീഷൻ അതിൻ്റെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തതാണ്. അതിൽ ഈ കമ്മീഷൻ ഇത്രയും സംഭവങ്ങളും ഉണ്ടായിട്ടും പുറത്തേക്ക് ഈ വിവരങ്ങളൊന്നും വിടാതിരുന്ന റഷീദിനെ കമ്മീഷൻ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. 325 പേജിലാണെന്ന് എൻ്റെ ഓർമ്മ. 325 പേജിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഈ 2:30 പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതായത് ചർച്ചിന് അവിടേക്ക് പോയവർ ഇത് ബോംബെറിഞ്ഞ് പൊട്ടിച്ചു. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമായി. അവിടെ വീടുകളും കടകളും ഒക്കെ വ്യാപകമായി അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുകയുണ്ടായി. അവിടെ അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ വള്ളം കത്തിച്ചതോടുകൂടി തീരദേശത്തേക്ക്, അതായത് കടൽ തീരത്തേക്ക് ഇറങ്ങി സംഘർഷമായി. അതുവരെ റോഡിലുള്ള കലാപരിപാടികളായിരുന്നെങ്കിൽ ഇത് കടൽ തീരത്തേക്ക് വ്യാപിച്ചു. വള്ളം കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരാളെ തല്ലിക്കൊല്ലുന്നതിനേക്കാൾ വലിയ ക്രൈം അവിടെ. അത് വള്ളത്തിൽ കയറി വള്ളം കത്തിക്കുക എന്ന് പറഞ്ഞു. വള്ളം കത്തിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നാട് കത്താൻ വേറൊന്നും വേണ്ട. തീരദേശത്ത് ഒരാളുടെ വള്ളം കത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നാട് കത്തും. അത് അവർക്ക് അത്രയും വൈകാരികതയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ കടുത്തോടുകൂടിയാണ് പോലീസ് ആദ്യമൊക്കെ അനൗൺസ് ചെയ്തു, പിരിഞ്ഞു പോകാൻ പറഞ്ഞു. പോലീസ് പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഇവർ പിരിഞ്ഞു പോയില്ല. പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ വീണ്ടും സംഘർഷത്തിലേക്ക് തിരിഞ്ഞു. അവസാനം പോലീസ് ആകാശത്തോട്ട് വെടിവെച്ചു, ഫയർ ചെയ്തു. 3 തവണ ഫയർ ചെയ്തു. ആ ഫയറിങ്ങിലും ഇവർ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഒടുകിലാണ് ആളുകൾക്ക് നേരെ ഫയർ ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് നേരെ ഫയർ ചെയ്തതിനകത്ത് 6 പേര് മരണപ്പെട്ടു. അതിൽ ഈ മരണപ്പെട്ടവരെല്ലാവരും പിന്നിൽ നിന്നാണ് പോലീസ് ഓടിച്ചിട്ട് വെടിവെച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ എല്ലാവരെയും നേരിട്ടുള്ള ഫയറിംഗ് ആണ്. പിന്നെ അതിലുള്ള ബാദുഷാ, പേജ് നമ്പർ 619 ബാദുഷാ, കൊല്ലപ്പെട്ട 6-മനാണ് ബാദുഷ വെടിവെച്ചല്ല കൊന്നിരിക്കുന്നത്. ബാദുഷയെ പങ്കായത്തിന് തലക്കടിച്ച് കൊലപ്പെടുത്തിരിക്കുക. അപ്പോൾ പോലീസിന് അതിൽ പങ്കില്ല. പങ്കായത്തിന് അബൂബക്കർ ബാദുഷയെ തലക്കടിച്ചാണ് ബാദുഷയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 5 പേരെ നേരിട്ടുള്ള മുന്നിൽ നിന്നുള്ള ഫയറിംഗ് ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ട്, കമ്മീഷൻ്റെ റിപ്പോർട്ടിലും ഉണ്ട്. ഈ 2:30 കൂടി ഈ ഫയറിംഗ് ഉണ്ടാകുന്നു. പിന്നെ ആ വെടിവെപ്പ് അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കലാപം പിടിച്ചു നിർത്താൻ സാധിച്ചതെന്നാണ് കെ രാമകൃഷ്ണൻ്റെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ സാധനവും വ്യാപകമായി പ്രചരിക്കുന്ന കഥയാണ്. അതായത് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയെടുക്കുകയും അവിടെ അടിച്ചൊതുക്കേണ്ട ആവശ്യം പോലീസിനുണ്ടായിരുന്നു. പോലീസ് ഓപ്പറേറ്റ് ചെയ്തതാണ്, പോലീസിൻ്റെ ഓപ്പറേഷനാണ് അന്നത്തെ ചെറിയതുറ കലാപം എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 95-ലെ വിഴിഞ്ഞം കലാപത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ കലാപമാണ് ചെറിയതുറയിൽ ഈ പറയുന്ന 2009 ഉണ്ടായത്. അതിൻ്റെ പേരിൽ അറിയാലോ, സർക്കാർ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുകയുണ്ടായി. മനഃപൂർവ്വം അടിച്ചൊതുക്കാനുള്ള നീക്കം സർക്കാർ നടത്തുകയായിരുന്നു. അതായത് ഭീമാപ്പള്ളി അടിച്ചൊതുക്കേണ്ട ആവശ്യം സർക്കാരിനുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചൊതുക്കിയതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഴിഞ്ഞം കലാപം, പൂന്തുറ കലാപം, അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കലാപമാണ് ഇത്. നേരത്തെ അറിയാമല്ലോ, നോമാൻസ് ലാൻഡ് വരെയൊക്കെ അവിടെ ഉണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും തമ്മിൽ വേർതിരിക്കാനുള്ള ഇതുവരെ നേരത്തെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള കഥകൾ പ്രചരിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത് ജസ്റ്റിസ് രാമകൃഷ്ണൻ്റെ റിപ്പോർട്ടാണ്. അദ്ദേഹമാണിത് ഔദ്യോഗികമായി ഈ വിഷയം അന്വേഷിക്കുകയും റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തതെന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് 10-15 കൊല്ലമായിട്ട് പ്രചരിക്കുന്ന ഒരു കഥയാണ് കമ്മീഷൻ റിപ്പോർട്ട് മുക്കിയെന്ന്. അതിപ്പോഴും ഉണ്ട്. അവിടെ നിയമസഭാ ലൈബ്രറി ഇരിപ്പുണ്ട്. നിയമസഭാ ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും ചെന്ന് എടുത്തതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഈ പുസ്തക ഇത് നടന്നതിൻ്റെ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാനിതിൻ്റെ കോപ്പി എടുത്തു. നമുക്കതിൻ്റെ കോപ്പി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോപ്പി നമ്മൾ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ അത് മാലിക് സിനിമ വന്നപ്പോഴാണ് ഇത് വീണ്ടും ചർച്ചയായത്. മാലിക് സിനിമ എനിക്ക് തോന്നുന്നു 3 വർഷത്തിൽ കൂടുതലായി. 3 വർഷത്തിൽ കൂടുതലായി ഇറങ്ങിയിട്ട്. അപ്പോൾ അത് പറയുന്നതിനകത്ത് കുറച്ച് അർത്ഥസത്യങ്ങളുമുണ്ട്. എന്നാൽ ഈ പറയുന്ന കൊമ്പ് ഷിബുവിൻ്റെയൊക്കെ കഥ സത്യവുമാണ്. ഈ വണ്ടി തടഞ്ഞതിൽ കൊമ്പ് ഷിബു ഉണ്ടെന്നാണ് പറഞ്ഞിട്ടാണ് കൊമ്പ് ഷിബുവിനെ കൈകാര്യം ചെയ്യാനാണ് ഇവർ ഉച്ചയ്ക്ക് പോകുന്നത്. അങ്ങനെയാണ് ഈ ഫയറിംഗ് നടക്കുന്നത്. ഇവർ കൊമ്പ് ഷിബുവിനെ, പക്ഷേ
ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ കൊമ്പുഷിബു തലേന്നത്തെ പ്രശ്നത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് മുങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊമ്പുഷിബു സ്ഥലത്ത് നിന്ന് മുങ്ങിക്കളഞ്ഞു, അയാൾ അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കമ്മീഷൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇയാളാണ് ഇതിനൊക്കെ തുടക്കം വെച്ചിരിക്കുന്നതെന്ന്. പെട്ടെന്നുണ്ടായ ഒരു വെടിവെപ്പല്ല, 24 മണിക്കൂറിൽ കൂടുതലായിട്ട് അവിടെ പ്രശ്നം നടക്കുകയാണ്. 24 മണിക്കൂറിൽ കൂടുതൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയും ആ പ്രശ്നത്തിൻ്റെ ഒടുവിലാണ് ഈ ഫയറിങ് അവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. കമ്മീഷൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. വെടിവെപ്പിൻ്റെ പേരിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അവരുടെ ആത്മവീര്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അന്ന് വെടിവെപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 50-ലധികം പേർ കൊല്ലപ്പെടാനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്രമണം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പോലീസ് വെടിവെച്ചത്. അതെ, പറയുന്ന കഥകളിൽ പലതും കള്ളത്തരമാണ്. ആളുകളെ ഓടിച്ചിട്ട് പിറകിൽ നിന്ന് വെടിവെച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഫ്രണ്ടിൽ നിന്നാണ് വെടിവെച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടാൻ നേരിട്ട് നിന്നവരെയാണ് പോലീസ് വെടിവെച്ചിരിക്കുന്നത്. അതിൽ പിന്നെ ഈ പറയുന്ന ആള് തലക്കടിയേറ്റാണ് മരിച്ചത്. പിന്നെ അതിലെ ഈ പറയുന്ന ഈ സംഭവം തലേ ദിവസം ഒരു SIക്കും 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അവിടെ പരിക്കേറ്റത്. ഫയർഫോഴ്സിൻ്റെ 5, അതായത് തീ അണയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ച ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെ ഇവർ ആക്രമിച്ചു. സംഭവത്ത് ക്രമസമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ച ലോ ആൻഡ് ഓർഡറിൽ നിന്ന SIയെ ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചു. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പം പിന്നെ പോലീസ് വരെ കയ്യും കെട്ടിയിരിക്കത്തില്ലല്ലോ, അവരുടെ പണിയെടുക്കും. അവരവരുടേതായിട്ടുള്ള, പിന്നെ ആകാശത്തോട്ട് 3 റൗണ്ട് വെടി വെച്ചിട്ടും പിരിഞ്ഞു പോവാതെ നിൽക്കുന്നവരെ പിന്നെ ഇവർ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഈ ഫയറിങ് നടന്നിരിക്കുന്നത്. എനിക്കൊന്നും ഈ മേഖലയൊന്നും ഇപ്പോഴും ശാന്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മേഖലയൊന്നും ഇപ്പോഴും ശാന്തമല്ല. ഒരു ചെറിയൊരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ കത്തിപ്പടരുന്ന രീതിയിലുള്ള സ്വഭാവം, അങ്ങനെ ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയ. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ ഒരു ഗുണ്ടയെ, ഞാൻ ജോണേട്ടൻ്റെ അടുത്താണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്, ഒരു ഗുണ്ടയെ കടൽ തീരത്ത് വലിച്ചുകൊണ്ടുപോയി പങ്കായത്തിന് അടിച്ചു വന്നു. അവനവിടുത്തെ ഒരു പ്രധാന ഗുണ്ടയായിരുന്നു. അവനെ വേറെ 2 ഗുണ്ടകൾ ചേർന്ന് പിന്നെ അവിടെ കൊണ്ടുചെന്ന് ഈ തീരത്തിട്ട് അടിച്ച് പഞ്ചായത്ത് മറ്റേ ഇതിനടിച്ച് കൊന്നു കളഞ്ഞു, കമ്പിയൊക്കെ കയറ്റി കുത്തി കയറ്റി കളഞ്ഞു. ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. അത്തരം കൊലപാതകങ്ങൾ അത് ഈ ഗുണ്ടകൾ രണ്ടും ഈ പറയുന്ന മരിച്ച ആളും കൊന്നവരും എല്ലാം ഒരേ സമുദായം ആയതുകൊണ്ട് ആളിക്കത്തിയില്ല. അല്ലായിരുന്നെങ്കിൽ ആ ഒരു തീപ്പൊരി മതി അവിടെ. ഇപ്പോഴും നമ്മൾ പോലീസ് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലമൊക്കെ. ഇപ്പോൾ പൂന്തുറയൊക്കെ ഇരിക്കുന്ന SHOമാർക്ക് പ്രത്യേക പരിശീലനമാണ് കൊടുക്കുന്നത്. അവർക്ക് ആ ഏരിയ മൊത്തം പഠിപ്പിച്ചിട്ടാണ് അവരെ അങ്ങോട്ട് വിടുന്നത്. കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു കലാപം കൂടി ആ സ്ഥലം താങ്ങില്ല. അങ്ങനെയൊന്നും ഇനി നടക്കാതിരിക്കട്ടെ. പുതിയ തലമുറ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ചെറിയതുറ കലാപം നമ്മൾ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് പേര് അതിനെക്കുറിച്ചൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്